ലോക ബാസ്കറ്റ്ബോൾ സംഘടനയായ ഫിബയുടെ കോച്ച് ലെവൽ 1-ൽ വിജയം കരസ്ഥമാക്കി മലയാളി താരം മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും റെയിൽവേ ഉദ്യോഗസ്ഥയുമായ സ്മൃതി രാധാകൃഷ്ണനാണ് അഭിമാന നേട്ടം കൈവരിച്ചത്. കോഴിക്കോട് വടകര സ്വദേശിയാണ് സ്മൃതി. മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ, ലോക ബാസ്കറ്റ്ബോൾ സംഘടനയായ ഫിബയുടെ കോച്ച് ലെവൽ 1 പരീക്ഷയിൽ വിജയം. 3 മലയാളികളിൽ ഒരാൾ സ്മൃതി രാധാകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട്. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇത്രയും നാൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു, ഇപ്പോൾ പരിശീലക സ്ഥാനത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം ആസ് എ പ്ലെയർ ആയിട്ടായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത്. ഒരു കോച്ചാണെന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ ലെവൽ 1 സർട്ടിഫിക്കേഷൻ കിട്ടി. ഇനിയും ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ ഒരു രാജ്യത്തിന്റെ ടീമിന് വേണ്ടി കോച്ചാവുക എന്നുള്ളത്. അതൊക്കെ എന്താണ്? അസോസിയേഷനിലും ഫെഡറേഷനിലും ഒക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ തീരുമാനമാണ് ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. എത്ര വയസ്സ് മുതൽ ബാസ്കറ്റ്ബോൾ കളിച്ചു തുടങ്ങി? ആ ഒരു അനുഭവങ്ങളൊക്കെ എന്താ ഒന്ന് പങ്കുവെച്ചേ. 5ാം ക്ലാസ് മുതൽ ഞാൻ ബേസിക്കലി ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ ആണ് എന്നെ സ്പോർട്സ് എന്ന ഫീൽഡിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ ഹൈറ്റ് കണ്ടിട്ട് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് എന്നെ ബാസ്കറ്റ്ബോൾ ക്ഷണിച്ചത്. അതിനുശേഷം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ നയിച്ചു. ചിന്തിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു അത്. ഒരു ഇന്ത്യയുടെ ക്യാപ്റ്റനാവാൻ പറ്റി എന്നുള്ളതും, അതുപോലെ 2000 ഏറെ, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ നാഷണൽ ഗെയിംസിൽ കേരളത്തിന് മെഡൽ വന്നു. അതും കണ്ണൂർ വെച്ച് നടന്ന ഒരു, അതായത് എൻ്റെ നാട് വടകരയാണ്, അതിനടുത്ത് തന്നെ നടന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് നടന്ന ഒരു ചാമ്പ്യൻഷിപ്പിൽ, അതായത് നാഷണൽ ഗെയിംസിൽ എനിക്ക് സ്വർണം നേടാൻ പറ്റിയെന്നുള്ള വളരെ അഭിമാനപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി എന്താണ് നമ്മുടെ കേരളത്തിലെ ബാസ്കറ്റ്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയാൻ? ഈ വരുന്ന തലമുറയോട് പറയാനുള്ളത്, ബാസ്കറ്റ്ബോളിലോട്ട് വരിക. ഒത്തിരി, അതായത് ഞാനെന്നല്ല, എന്നെ പോലെയുള്ള ഒത്തിരി അനവധി, ഇപ്പം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കൂടെ 3 അർജുന അവാർഡ് ഗീതു അന്നരാവലുണ്ടായിരുന്നു. അതുപോലത്തെ ഇപ്പോൾ കറണ്ട് കേരള ടീമിൻ്റെ കോച്ചായ ബിപിൻ കണ്ണനുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി അനവധി നല്ല അധ്യാപകരുണ്ട്. നിങ്ങൾ വരിക, പരിശീലിക്കുക. നല്ലൊരു അനുഭവമായിരിക്കും. നിങ്ങൾക്കും ഇതുപോലെ മുന്നേറാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ഉന്നതികൾ എത്തട്ടെ. ബാസ്കറ്റ്ബോളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത തലമുറയും ഇതുപോലുള്ള മാതൃകകൾ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പ്രേംശശിക്കൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.